ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും കെ ജി ടൈംസ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഇത് കുറെ നാളായിട്ട് ഇങ്ങനെ ഒരു വിവാദം ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇത് എടുക്കണ്ട എന്ന് കരുതിയിട്ട് ഇരുന്നതാണ്. പക്ഷെ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതലായിട്ട് വിവാദങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഒരു അഭിപ്രായം ഇതിൽ പറയണമെന്ന് തോന്നുന്നു. അതെ, വിവാദങ്ങൾ അവരുടെ പുറകെ തന്നെയാണ്. ഒരിക്കലും വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അവർ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്കത് വേണം, അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, കൊല്ലം സുധി മരിച്ചത് എല്ലാവരിലും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ആ പുള്ളിക്കാരന്റെ ആ ചിരിച്ച മുഖം നമ്മൾ കാരണം പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒരു ദിവസം രാവിലെ എങ്ങാണ്ട് എണീറ്റ ടൈമിലാണ് നമ്മൾ പെട്ടെന്ന് ഈ ന്യൂസ് കാണുന്നതും. അതേപോലെ ആ ചിരിച്ച മുഖം, ആളുടെ ചിരിച്ച മുഖം നമ്മുടെ മനസ്സിൽ എല്ലാവരിലും ആ നിഷ്കളങ്കമായ ചിരി എല്ലാവരുടെ മനസ്സിലുണ്ട്. നമുക്ക് ആ ഒരു വിഷമവും ആ ഒരു ഇതൊക്കെ ഒരു നല്ലൊരു കലാകാരനായിരുന്നു, ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഇതിന്റെ ഒരു അനുകമ്പ എല്ലാവരിലും അവരുടെ കുടുംബത്തോടും ഉണ്ടായിരുന്നു. അങ്ങനെ അവർക്ക് വീട് വെച്ച് കൊടുക്കാനും അതേപോലെ അവരെ ഹെൽപ്പ് ചെയ്യാനും എല്ലാം ഇഷ്ടംപോലെ മലയാളി കേരളത്തിൽ നിന്ന് മാത്രമല്ല വെളിയിൽ നിന്നും എല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവര് ഓരോ പല ഇന്റർവ്യൂ ഇഷ്ടംപോലെ ഇന്റർവ്യൂ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരുടെ നിസ്സഹായാവസ്ഥയും അവരുടെ പ്രശ്നങ്ങളും എല്ലാം പറഞ്ഞിട്ട് തന്നെ 24 ന്യൂസ് ഒക്കെ അവർ വീട് വെച്ച് കൊടുക്കുകയും, അതായത് ഫ്ലവേഴ്സ് ചാനൽ അപ്പം വീട് വെച്ച് കൊടുക്കുകയും അങ്ങനെ പല ഹെൽപ്പും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇപ്പൊ റെഗുലർ ആയിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്ന കുറെ വീഡിയോസും റീൽസും അതേപോലെ ഫോട്ടോഷൂട്ടൊക്കെയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് കുറെ ഇച്ചിരി രീതിയിലുള്ള ഫോട്ടോഷൂട്ടാണ്. പക്ഷെ നമ്മൾ എന്താ അതിലൊന്നും പറയാനെന്ന് വെച്ചാൽ അത് ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവരെങ്ങനെയുള്ള രീതിയിലുള്ള ഷൂട്ടുകൾ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നുള്ളതും അവരുടെ ഡ്രസ്സിങ് ആയാലും അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അപ്പം എന്ന് കരുതിയിട്ട് തുണി ഇല്ലാതെ നടക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. മാന്യമായ രീതിയിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടക്കാം. അത് അവരവരുടേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ മിണ്ടാതെ. ഈവൻ ഇവര് മാത്രമല്ല, കുറെ പേര് ഇതേ രീതിയിൽ ഗ്ലാമറസ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പം ഇവിടെ വന്നിട്ടുള്ള ഒരു പ്രശ്നം, അതായത് ഇങ്ങനെ ഗ്ലാമറസ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നവരിൽ നിന്ന് ഇത് എങ്ങനെ വ്യത്യസ്തമാവുന്നു എന്ന് വെച്ചാൽ, ഇത്രയും കാലം ഈ ഒരു വീട് കിട്ടുന്ന ഒരു സമയം വരെ ആള് ഭയങ്കര പാവമായിട്ട് ഭയങ്കര നിഷ്കളങ്കതയായിട്ട് എന്റെ സുധിച്ചേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഇത് സുധിച്ചേട്ടൻ എന്ന് പറയുന്നത് ഇന്ന് ഇപ്പോഴും മാറ്റില്ല കേട്ടോ. അങ്ങനെ നിന്നൊരാള് വീടൊക്കെ ആയി കഴിഞ്ഞ് പെട്ടെന്നാണ് ഒരു എന്താ പറയാ ഒരു ചേഞ്ച് ആയിട്ട് ഫുള്ള് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യല്, അങ്ങനെയൊക്കെ ഒരു രീതിയിലേക്ക് മാറുകയും, പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം സമൂഹം കുറെ പേര് ഇവരിങ്ങനെ ഒരു എന്താ പറയാ ഇവർ ആദ്യം വന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര പാവത്താനായിട്ടൊക്കെ വന്ന ആ ഒരു രീതി, അപ്പം അത് വെച്ചിട്ട് കുറെ ഫാൻസ് ഇവർക്ക് ആയതുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ മുന്നിൽ പിന്നെ ഇങ്ങനെ വന്നപ്പോൾ കുറെ പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവുകയും അവരിങ്ങനെ ഇതൊരു നെഗറ്റീവായിട്ട് പറയുമ്പോൾ ഈ സുധിചേട്ടന്റെ ഈ ഭാര്യ രേണു സുധി എന്ന് പറയുന്നവര് ഓരോ ഇന്റർവ്യൂവിൽ കൊടുക്കുമ്പോഴും അവരെന്ത് വേണമെങ്കിലും പറയട്ടെ, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പോകുമ്പോഴാണ് കൂടുതൽ ഇവർക്ക് ഇത് ദേഷ്യമാണ്. കാരണം നമ്മളൊക്കെ ഇവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരിപ്പോ ഈ രീതിയിൽ പോയിട്ട് ഞങ്ങൾ ആരുമല്ല എന്നുള്ള രീതിയിൽ പറയുന്നത് ഇങ്ങനെ തിങ്ക് ചെയ്യുന്ന കുറെ ടീമുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ അതൊരു നെഗറ്റീവായി തോന്നുകയൊക്കെ ചെയ്യും. അപ്പൊ ഇത് കുറെ പേരെടുത്ത് റിയാക്ട് ചെയ്തിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തോന്നി എന്താന്ന് വെച്ചാൽ ഇവരുടെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അവരെങ്ങനത്തുള്ള വീഡിയോസ് ഇടണം എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഇതൊരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം എന്താന്ന് വെച്ചാൽ, അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിഷുവിന്റെ ഒരു ഫോട്ടോഷൂട്ട് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ഫോട്ടോഷൂട്ടിൽ എന്ന് പറയുകയാണെങ്കിൽ അത് യോജിക്കാത്ത രീതിയിൽ ഒരു വിഷു ആശംസകൾ എന്ന് പറഞ്ഞ് നമ്മളൊരു ഫോട്ടോഷൂട്ട് എടുക്കാം. പലരും എടുക്കുന്നുണ്ട്. സാരി കിട്ടി നമ്മൾ കാണിക്കുന്ന വിഷു ഒരുക്കുന്ന രീതിയിലും അങ്ങനെ ഇഷ്ടംപോലെ ഫോട്ടോസ് ഒക്കെ എടുത്ത് നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോഷൂട്ടായിട്ട് തോന്നി. അപ്പം പോയി ഏത് രീതിയിലും വിവാദങ്ങൾ സൃഷ്ടിക്കുക, അങ്ങ് ഭയങ്കര വൃത്തിയിട്ടെന്നുള്ള രീതിയിലല്ല എങ്കിൽ പോലും ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം, ഈവൻ ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാം നിരന്തരമായിട്ട് ഇതേപോലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ട് വരിക. പിന്നെ ഈവൻ ഇപ്പൊ പോലും ഒരു വൈറലായ ഒരു കാര്യമുണ്ട്, ഏതോ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന്, അങ്ങനെ ഒരു ചെറിയ ഷോപ്പിന്റെ ഉദ്ഘാടനത്തിന് വന്ന് വീഡിയോ എടുക്കുമ്പോഴും അവര് ഇട്ട ആ ഒരു ചുരിദാറിൽ പോലും കുറച്ച് നേവലൊക്കെ കാണിക്കുന്ന രീതിയിൽ, കുറച്ചൊന്ന് എക്സ്പോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ. അപ്പം പേഴ്സണലായിട്ട് നമ്മൾ ഒരിടത്തൊരു ഇതിന് പോകുമ്പോഴും അങ്ങനത്തെ ഉള്ള രീതിയിൽ ഡ്രസ്സിങ് ഒക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരാളായിരുന്നു മുന്നേ എങ്കിലും ശരി, ഇതിപ്പോ അങ്ങനെ ഒരാളല്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ഈ രീതിയിൽ നിൽക്കുക. പിന്നെ വിഷു എന്നൊക്കെ പറയുന്നത്
ട്രഡീഷണൽ ആയിട്ട് നമുക്കുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനും എക്സ്പോസ്ഡ് ആയിട്ട് ഇട്ടെങ്കിലേ വൈറലാവൂ എന്നുള്ള രീതിയിൽ ചെയ്ത പോലും ഈവൻ അതിനെങ്കിലും ഒരു നല്ല രീതിയിൽ ഡ്രസ് ഇട്ടിട്ട് എടുക്കാമായിരുന്നു. അത് വേണമെന്ന് വെച്ച് ചെയ്തതായിട്ട് എല്ലാവർക്കും തോന്നും. കാര്യം ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ഫോളോവേഴ്സിന്റെ ഒരു 80% പേരും ഈ കൊല്ലം സ്തുതിയോടുള്ള ആ കലാകാരനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ടും പിന്നെ ഇവരോടുള്ള ആ സഹതാപവും അനുഭവവും ഇങ്ങനെ ഒരു പ്രശ്നം വന്ന് അവർ ഫാമിലി ഹെൽപ്പ് ചെയ്യണമെന്നും കരുതി അവരെ ഇഷ്ടപ്പെട്ടുള്ള ഫോളോവേഴ്സ് ആണ് ഇവർ 80% പേരും. അപ്പൊ അവരെന്ന് പറയുന്നത് ഇത്രയും നാള് വീട് വെച്ച് കുറെ നാള് വരെ അവർ പാവത്തം പോലെയൊക്കെ നിന്ന് നോർമലി രീതിയിലുള്ള നിന്ന് സംസാരിച്ച് എടുത്ത് എല്ലാ ഇന്റർവ്യൂയിലും കൊല്ലം സ്തുതിയെ മാക്സിമം അങ്ങനെയാണ് യൂസ് ചെയ്യുന്ന രീതിയിൽ, അതായത് അവരെ പുള്ളിക്കാരൻ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നാനെ ഇങ്ങനെ ഞങ്ങൾക്ക് ഈ ഗതി വരത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് മാക്സിമം ഒരു ഹെൽപ്പ് കിട്ടുന്ന രീതിയിൽ, അതായത് അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അത് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പൊ അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എന്ന് പറയുന്നത് മാക്സിമം വിവാദങ്ങൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിവാദങ്ങളുടെ പുറകെ പോവുക, അതുവഴി റീച്ച് ഉണ്ടാക്കുക, അതുവഴി ചിലപ്പം ഈ ഇനാഗുറേഷനും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ഓരോ ചാൻസുകൾ നേടുക എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കും. അതേ മാക്സിമം അവരുടെ ഫോളോവേഴ്സിനും വ്യൂവേഴ്സിനും വെറുപ്പിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം മുന്നോട്ട് പോകും എന്ന് നമുക്ക് അറിയത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഒരു ക്യാരക്ടർ ചേഞ്ച് ആണ് ഇവിടെ വന്നേക്കുന്നത്. അത് അവരിപ്പം അവർക്ക് ജീവിക്കാനുള്ള വഴിയായിട്ട് അവർ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇവർക്ക് 2-3 ജോബ് ഓഫറൊക്കെ അവർ കണ്ട് കൊടുക്കാനൊക്കെ റെഡി ആയിരുന്നു ആൾക്കാർ. പക്ഷെ അത് സ്യൂട്ട് അല്ലെന്ന് പറഞ്ഞിട്ട് ഇവർ വേണ്ടെന്ന് വെച്ചതാണ്. എന്നിട്ടാണ് ഇതിപ്പം അവര് ഫോളോ ചെയ്തേക്കുന്നത്. ഓൾറെഡി എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതേപോലുള്ള ഫോട്ടോഷൂട്ട് ഇവരെ വെച്ച് ഇവർക്ക് ഓൾറെഡി നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവരെ വെച്ച് ഇങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് നടത്തി ഒരു റീച്ച് ഉണ്ടാക്കാം എന്ന രീതിയിൽ ചില ആൾക്കാർ, ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സോ ആൾക്കാരോ ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടായിരിക്കാം. ഇവരും അത് സെലക്ട് ചെയ്ത് കാണുമായിരിക്കും. അപ്പൊ അങ്ങനെയായിരിക്കും ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടാണ് ഇവർ ഓരോ വീഡിയോസും അല്ലെങ്കിൽ റീൽസും ഇടുന്നത്. അതുവഴിയാണ് ഇപ്പം അവര് റീച്ച് അവർ നേടുന്നതും അത് വെച്ചിട്ടാണ്. പക്ഷെ ഇവരെ ഫോളോ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതേപോലുള്ള ഫോട്ടോഷൂട്ടുകൾ കൂടുതൽ അത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ എനിക്ക് ഇതിൽ പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ഇന്റർവ്യൂ ഇവരുടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയ സമയത്ത് ഇവരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതില്, ഞാനിനി വേറെ കല്യാണം കഴിക്കില്ല, ഞാനിനി വേറെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സുധി എന്നുള്ളൊരു പേര് എന്നിൽ നിന്ന് ഒരുപാട് അകന്നു പോവും, അതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ മനസ്സിൽ തോന്നിപ്പിക്കുകയാണ്. അതായത് ചിലപ്പോ സുധി ചേട്ടനായിട്ട് കാണിച്ചെന്ന ഒരു വഴിയായിരിക്കും ഇതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കണം, അല്ലെ? എന്നും അതൊരു സ്നേഹമായിട്ട് നിൽക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ആ ഒരു പേര് വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ വേറൊരു കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നതൊക്കെ തോന്നി. അപ്പൊ ആ പേര് വെച്ചിട്ട് ഫെയിം ആവുക എന്നുള്ളൊരു രീതിയാണ്. അതായത് ഇപ്പൊ ഇത്രയും വൈറലായതും അങ്ങനെ തന്നെ ആണല്ലോ, സുധി എന്നുള്ളൊരു പേര് വെച്ചിട്ട് സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് തന്നെ വേറൊരു കല്യാണം കഴിച്ചാൽ അത് പോവും, അതുകൊണ്ട് എനിക്ക് ആ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അത് വേണം എന്നുള്ളൊരു രീതിയിൽ സംസാരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അല്ലാതെ അത് സ്നേഹം കൊണ്ടെന്നുള്ള രീതിയിൽ തോന്നിയിട്ടില്ല. പിന്നെ ഈ ഒരു ഇപ്പം ചെയ്യുന്ന മിക്കതും ഈ ഒരു കുറച്ചൊന്ന് ഗ്ലാമറസ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇത് കുറെ പേര് ചെയ്യുന്നുണ്ട്, കുറെ ആൾക്കാർ ഇതേ രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്ക് മാത്രം എന്താണ് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കുറെ പേര് ഇതൊരു പ്രൊഫഷനായിട്ട് എടുത്ത് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെ അങ്ങനത്തെ ഫോട്ടോഷൂട്ട് മാത്രം ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഈ ഒരു രേണു എന്ന് പറയുന്നവർ അങ്ങനെയല്ല. അങ്ങനെ ഒരു പ്രൊഫഷനായിട്ട് എടുത്തിട്ടല്ല ഈ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇവര് നോർമലായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ള വീഡിയോസ് കണ്ടിന്യൂസ് വരുമ്പോൾ അവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അതായത് ഇത്രയും പാവമായിട്ട് നിന്ന ഒരാളുടെ വേറൊരു ക്യാരക്ടറാണ് ഇവിടെ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. നെഗറ്റീവ് റീച്ച് കിട്ടാൻ വേണ്ടിട്ട്, നെഗറ്റീവ് റീച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കിട്ടുകയും അത്രയും ഫേമസ് ആവുകയും ചെയ്യും. ആ ഒരു മൈൻഡായി പോയി തോന്നുന്നു എനിക്ക് തോന്നുന്നത്. അതെ, അത് അങ്ങനത്തെ ഉള്ളൊരു രീതിയിൽ വരുമ്പം നമുക്കത് ഒരിക്കലും ഞങ്ങളുടെ ഒരു രീതി വെച്ച് നോക്കുകയാണെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ്, അവരവർ എന്ത് രസമാണോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെ ഒരു രീതി തന്നെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാലേ വൈറലാവൂ, അല്ലെങ്കിൽ ആ ഒരു പേര് എപ്പോഴും എല്ലാവരും പറയണം. ഏതെങ്കിലും ഒരു വിവാദത്തിൽ ചെന്ന് നിന്നിട്ടായാലും എന്താ പറയാ, ഒരു ലൈവായിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന പോലെ തോന്നാറില്ല. അല്ലെങ്കിൽ എന്തും കാണിച്ചിട്ട് ഈ കൊല്ലം സുധി എന്ന് പറയാ പേര് വലിച്ചിടാതിരിക്കുക, അത് ചെയ്യാതിരിക്കുക. എന്ത് കാണിച്ചിട്ടും, അതായത് ആൾക്കാർ നെഗറ്റീവ് പറയുന്നത്, ഇത്രയും മോസ്റ്റ്ലി ആൾക്കാർ നെഗറ്റീവ് പറയുന്ന ഒരു കാര്യം കാണിച്ചിട്ട് കൊല്ലം സുധി കാണിച്ചെന്ന വഴിയാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആളുകളിൽ കൂടുതൽ ആളോട്
ഒരു ദേഷ്യം കൂടി വരികയാണ് ചെയ്യുന്നത്. അല്ല, കാണിച്ചെന്ന വഴിയാണെങ്കിൽ ഇപ്പം ആളുണ്ടായിരുന്നപ്പോഴും ഇതൊക്കെ ചെയ്യാറുന്നല്ലോ. അതെ, ഇപ്പൊ ആള് പോയി കഴിഞ്ഞപ്പം വീടും കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പറയുമ്പോ, മാത്രല്ല ഈ ഏഷ്യാനെറ്റ് അല്ല ഫ്ലവേഴ്സ് ആണോ, ഫ്ലവേഴ്സ് ഇവർക്ക് എന്തോ ജോലി ഓഫർ ചെയ്തിട്ടും അതും വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ പോയെന്നും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ എന്താണെന്ന് പിന്നെ ഓരോരുത്തർക്കും അവരവരുടെ വഴി അവരവരുടെ ഇഷ്ടം. അവർക്കും ജീവിക്കണം, അത് അതിനുള്ള വഴി കൊടുത്ത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനായിരിക്കും അവര് ജോലി തിരഞ്ഞെടുക്കുന്നതും ജീവിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, എടുക്കുന്ന ഡ്രസ്സ് ആണെങ്കിൽ തന്നെ. പക്ഷെ ഇതേപോലുള്ള ഈ വിഷു ആശംസകളിലും എല്ലാത്തിലും ഇത് കുത്തി നിറച്ച് കാണിക്കുന്നത് ഒട്ടും താല്പര്യമുള്ള കാര്യമല്ല ഒന്നെന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതുവരെ എല്ലാവർക്കും അത് തോന്നും, അപ്പൊ അത് നാച്ചുറലാണ്. കാര്യം എല്ലാം കിട്ടുന്നത് വരെ പാവത്താൻ പോലെ നിന്നിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ചാടി എണീറ്റ് ഇത് കണക്ക് ഓരോ വീഡിയോസും റീൽസും ഒക്കെ ഇടുമ്പോഴത്തേക്കും ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നെഗറ്റീവ് സ്പ്രെഡ് ആവുന്നത്. പിന്നെ വിവാദങ്ങൾ വേണം എന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ വെറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ ഇടയിൽ ഈ കൊല്ലം സുധിയുടെ പേരും കൂടി വലിച്ചിടാതിരിക്കുന്നേ നമുക്ക് പറയാനുള്ളത്. വെറുതെ മരിച്ചുപോയ ഒരാളെ കൂടി വെറുപ്പിക്കുന്നത് അതത്ര നല്ല കാര്യമല്ല. ഒന്നാമത്തെ കാര്യം, അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവരുടെ ഇഷ്ടം, അവരുടെ ഇഷ്ടം ചെയ്തിട്ട് പോവാ. എല്ലാ ഇന്റർവ്യൂവിലും എല്ലാത്തിനും കയറിയിട്ട് കൊല്ലം സുധി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല, അത്ര തോന്നുന്നില്ല. അല്ല, ഇവരിങ്ങനെ പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ മരിച്ചുപോയ കൊല്ലം സുധി ചേട്ടന്റെ പേരിൽ പോലും കമന്റ്സിൽ ചീത്തവിളിയും കാര്യങ്ങളും ഒക്കെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു യഥാർത്ഥ ഭാര്യ, യഥാർത്ഥ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ പിന്നെയും ആ ഇന്റർവ്യൂകൾ കൊടുക്കുമ്പോ അതിൽ വന്നിരുന്നിട്ട് ഈ പേര് വീണ്ടും വലിച്ചിടാൻ ശ്രമിക്കുന്നത് എല്ലാത്തിലും ഇടുന്നുണ്ട്. അതെ, ആ പുതിയതായിട്ട് ഷോർട്സിലും റീൽസിലും ഷോർട്ട് വീഡിയോ എന്തോ ഇതിലെല്ലാത്തിലും ഈ കൊല്ലം സുധി പേര് ടാഗും എല്ലാം ചെയ്തിട്ട് തന്നെ ഇടുന്നത്. അപ്പൊ അത് വെച്ച് അത് ഒഴിവാക്കിയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യുന്നെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ ഇപ്പം സഹായിച്ചവരും കൂടി വെറുപ്പിക്കുന്ന രീതിയിലുള്ള സംസാരവും കൂടി ഒഴിവാക്കുക. പിന്നെ ഞങ്ങൾ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരാൾക്ക് സഹായം കൊടുക്കുന്നെങ്കിൽ അനുയോജ്യരായവർക്ക് നോക്കിക്കൊണ്ടൊക്കെ കൊടുക്കുക. ചുമ്മാ ഓരോരുത്തർക്കൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് അവരുടെ ഓരോ ഷോയും അവിടെ ഇതും കാണേണ്ട അവസ്ഥയാണ്. ഇന്നത്തെ മലയാളികളിൽ നിന്നെല്ലാം കാണിക്കുന്ന എല്ലാം മണ്ടത്തരങ്ങളാണ്. അല്ല, എന്തൊരു സംഭവം വന്നാലും ഓടിപ്പണിഞ്ഞ് അവർക്കൊരു വീട് വെച്ചു കൊടുക്കുക, സർക്കാർ ജോലി ആരായാലും എന്തായാലും എന്നുള്ളൊരു രീതിയൊക്കെയാണ്. എത്ര പേരല്ലേ മറ്റേ ഉദ്യോഗാർത്ഥികൾ ഷോർട്ട് ലിസ്റ്റിലുള്ളവർ, വെയിറ്റ് ലിസ്റ്റിലുള്ളവരൊക്കെ അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അവിടെ വന്ന് കിടക്കുന്നത്. എത്ര പേർക്ക് അനുയോജ്യരായിട്ട് എത്ര പേർക്ക് ജോലി കിട്ടാതെ പോയേക്കുന്നത്. നിങ്ങൾ ജോലി അവർക്ക് ജീവിക്കാനുള്ള വഴി കൊടുക്കുക, അത് ചെയ്താൽ മതി. അതായത് അവർക്ക് അവരുടെ എഡ്യൂക്കേഷൻ ലെവലിലുള്ള ഒരു ജോലി മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ചില്ലറ സഹായം എന്തെങ്കിലും ആണെങ്കിൽ അടിയന്തരമായിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ ചെയ്യുക. അല്ല ഇതേപോലെ എല്ലാത്തിനും അങ്ങ് സഹായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആളുകളുടെ ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ വെച്ചിട്ട് ആളുകളുടെ മെന്റാലിറ്റി എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അവരുടെ ഷോയും അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ പിന്നീട് നേരെ തിരിഞ്ഞു നിന്നിട്ട് അവരെ കുറ്റം പറയേണ്ട അവസ്ഥയാണ് സഹായിച്ചവർക്കുള്ളത്. അപ്പൊ ഒരാളെ സഹായിക്കുമ്പോൾ അവരെ നോക്കിയും കണ്ടൊക്കെ സഹായിക്കുക. ഇപ്പൊ അടുത്ത അഫാന്റെ ഉമ്മയും ബാപ്പയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ ആയിട്ട്, അതിനി എന്തുവെന്ന് അറിയത്തില്ല. അപ്പൊ നോക്കിയും കണ്ട് ചെയ്യുക. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ, നമ്മുടെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കമന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അപ്പം തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. അതുവരെയും